മത്തായിയുടെ സുവിശേഷം 20 അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. മുന്തിരിത്തോട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുന്നതെല്ലാം വചനഭാഗങ്ങളിൽ നമുക്ക് പരിചിതമാണ്. ഇന്നത്തെ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി വന്ന ജോലിക്കാരെക്കുറിച്ചാണ്. ജോലിക്ക് വന്നവർ പലരും പല സമയങ്ങളിലാണ് വന്നത് എന്നുള്ളത് വ്യത്യസ്തമായ ഒരു രീതിയാണ്. 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ജോലിയിടങ്ങളിൽ ജോലിക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ജോലിക്ക് കൂലി കൊടുക്കുന്ന സമയത്ത് അവസാനം വന്നവർക്കാണ് ആദ്യം അവൻ കൂലി കൊടുക്കുന്നത്. 11-ാം മണിക്കൂറിൽ ലഭിച്ചവർക്കും ഒരു ദിവസത്തിൻ്റെ കൂലി ലഭിച്ചപ്പോൾ ആദ്യം വന്നവർ വെറുതെ തെറ്റിദ്ധരിച്ചു തങ്ങൾക്ക് കൂടുതൽ കൂലി ലഭിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവർക്കും തുല്യത പാലിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു എന്നുള്ളതാണ് വചനം. ഈശോ വചനം ഇപ്രകാരമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക: പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരാകും എന്ന് പറഞ്ഞുകൊണ്ട്. തിരുവചനം നമ്മളെ മനസ്സിലേക്ക് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആദ്യം വന്ന വ്യക്തികൾ എന്തുകൊണ്ടാണ് പിറുപിറുക്കുവാൻ ഇടയായത്? എന്തുകൊണ്ടാണ് അവർക്ക് സന്തോഷമില്ലാതെ പോയത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ തൃപ്തിയുടെ കടിഞ്ഞാൺ ഇരുന്നത് മറ്റുള്ളവരുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ, തൃപ്തിയുടെ, സാറ്റിസ്ഫാക്ഷൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ കടിഞ്ഞാൺ മറ്റൊരാളുടെ കയ്യിലാണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളും നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കുന്ന സാധ്യതകളും എല്ലാതിനെക്കുറിച്ച് നമ്മൾ തൃപ്തി അടയുന്നില്ലെങ്കിൽ, സന്തോഷമടയുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ പിറുപിറുക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് വചനം സൂചിപ്പിക്കുകയാണ്. എൻ്റെ അയൽപക്കക്കാരന് സ്വന്തമായിട്ടുള്ള 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വലിയ കാറും കണ്ട് ഞാൻ പലപ്പോഴും അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ എൻ്റെ തൃപ്തിയുടെ കടിഞ്ഞാൺ അവൻ്റെ കരങ്ങളിലാണ്. എന്നേക്കാൾ കൂടുതൽ സാലറി ലഭിക്കുന്ന എൻ്റെ മേലധികാരിയെക്കുറിച്ച് എനിക്ക് തൃപ്തിയില്ലെങ്കിൽ എൻ്റെ കടിഞ്ഞാൺ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മുടെ തൃപ്തിയുടെ കടിഞ്ഞാണുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ കൈകളിലായിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സംതൃപ്തമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ലഭ്യമായിരിക്കുന്ന സാധ്യതകളിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കട്ടെ. സംതൃപ്തി എന്ന് പറയുന്നത് എൻ്റെ കരങ്ങളിലും എൻ്റെ കൈകളിലുമായിരിക്കട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനം: നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ദിനം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു.